ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, മൈ ഡ്രീംസ് ഗാർഡൻ. ആദ്യം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ ഓഫർ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതേപോലെ നമ്മൾ ഇന്നും 10 പേർക്കാണ് ഗിഫ്റ്റ് ഓഫറുകൾ കൊടുക്കുന്നത്. പതിവിൽ നിന്നും ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് ഓഫറുകൾ കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാറ്റസിന് വരുന്ന വ്യൂസ് നിങ്ങൾക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. അപ്പൊ ഇന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്ന എല്ലാവർക്കുടെയും പേര് നമ്മൾ നറുക്കിട്ടായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. 10 പേരെ ആയിരിക്കും നമ്മൾ ഇന്ന് വിന്നേഴ്സ് സെലക്ട് ചെയ്യുക. കുറച്ച് പേരൊക്കെ സ്റ്റാറ്റസ് വ്യൂസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഇട്ട് തരുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂസ് കിട്ടുന്നവരെ അല്ല ഇനി മുതൽ സെലക്ട് ചെയ്യുന്നത്. നറുക്കിട്ട് 10 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 10 പേർക്കുള്ള ഗിഫ്റ്റുകൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സുകൾ കിട്ടിയിരുന്നു. അതുപോലെ പ്ലാൻസുകൾ കിട്ടിയവർക്ക് നല്ല കമന്റുകളൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗിഫ്റ്റ് പ്ലാന്റുകൾ കിട്ടിയവർക്കും കമന്റുകൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫറുകളും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഗിഫ്റ്റ് കിട്ടിയവരെ ഇനി പരിഗണിക്കൂലെന്ന്. അങ്ങനെയല്ല, ഇനി മുതൽ നമ്മൾ നറുക്കിട്ടെടുക്കുന്ന എല്ലാവരെയും, അതായത് ഇതുവരെയും ഗിഫ്റ്റ് കിട്ടിയ എല്ലാവർക്കും ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാം. എല്ലാവരും സ്റ്റാറ്റസ് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് എന്റെ സ്റ്റാറ്റസ് ഒന്നും ആരും കാണാനില്ല, 50 പേരെ കാണുന്നുള്ളൂ, 25 പേരെ കാണുന്നുള്ളൂ, 10 പേരെ കാണുന്നുള്ളൂ എന്നൊക്കെ ഒരുപാട് പരിഭവമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാം ഒരു ആശ്വാസമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗീവ് അവേ. അതായത് ഒരു വ്യൂസ് കിട്ടിയാലും 10 വ്യൂസ് കിട്ടിയാലും 1000 വ്യൂസ് കിട്ടിയാലും എല്ലാവരുടെയും പേരുകൾ മാത്രമാണ് നമ്മൾ നറുക്ക് ഇട്ട് കൊടുക്കുക. അതല്ലാതെ നമ്മൾ ഇത്ര വ്യൂസ് കിട്ടി എന്നുള്ള ഒരു റിപ്പോർട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും, അതായത് സ്റ്റാറ്റസ് വെച്ച് വ്യൂസ് എത്ര കിട്ടിയെന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ട്, ആ ഒരു സ്റ്റാറ്റസ് വെച്ചു എന്നുള്ള സ്ക്രീൻഷോട്ട് മാത്രമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്റ്റാറ്റസ് ആയിട്ട് ഈ ഒരു ലിങ്ക് വെക്കാം. 1 വീക്ക് ടൈമുണ്ടേ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 10 പേർക്കാണ് ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നത്തെ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. ഇതാ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് CC പ്ലാന്റിന്റെ ഡ്വാർഫ് വെറൈറ്റി ആണ്. ഒന്ന് വരുന്നത് ഇതാ സൂപ്പർ വൈറ്റിന്റെ സ്വീഡ്ലിംഗ് ആണ്. അടുത്ത് വരുന്നത് CC പ്ലാന്റിന്റെ ബ്ലാക്ക്. അടുത്ത് വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാ പിങ്ക് അറോറ. ഈ 4 പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റിനായിട്ട് 10 പേർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന, ലോട്ടിട്ട് സെലക്ട് ചെയ്യുന്ന ഈ 10 പേർക്ക് ഇതിലേത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാന്റ് ആണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് നമുക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. 1 വീക്ക് ടൈമാണ് നമ്മൾ സ്റ്റാറ്റസിന് കൊടുക്കുന്നത്. അതായത് ഇന്നിപ്പം സാറ്റർഡേ ആണ്, അടുത്ത സൺഡേ വരെയും ടൈമുണ്ട്. അടുത്ത സൺഡേക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളതിന് പ്രാധാന്യമില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരുകൾ ലോട്ടിടാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. എത്ര പേര് സ്റ്റാറ്റസ് ഇട്ട് വ്യൂസ് തന്നാലും അത്രയും പേരുടെ പേര് നമ്മൾ എഴുതി ലോട്ടിടുന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഗ്ലോണിമ ഗരുഡ വൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഈ ഗരുഡ വൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ലീഫുണ്ട്, നല്ല നീളമുള്ള നേരോ പോലെ ഇരിക്കുന്ന ലീഫാണ്. പിന്നെ ഇതിന്റെ വൈറ്റ് ഒക്കെ ഒരു വെറൈറ്റി വൈറ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ലീഫ് വരുന്നത്. ഇതാ വളരെ ഇങ്ങനെ മുകളിലേക്ക് കൂമ്പിയാണ് ഇതിന്റെ ലീഫുകളെല്ലാം നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി കളർ തെളിഞ്ഞ് വരാൻ ചെറിയ സൺലൈറ്റും കൂടെ കിട്ടുമ്പോഴാണ് ഇതിന്റെ ചെറിയ മഞ്ഞ കളറുകളില്ലേ അതെല്ലാം പോയി നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് ഇതുപോലെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ്. ഇത് കുറച്ചായിട്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്ന സ്റ്റോക്ക് മാത്രമാണ്. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. നമുക്കിപ്പോൾ ഒരു 50ഓളം പ്ലാന്റ് നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ.
ഈ ഒരു ഗരുഡ വൈറ്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 380 ആണ് കേട്ടോ. 380 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ അയക്കുമ്പോൾ അത് വിത്ത് പോട്ടായിട്ടായിരിക്കും അയക്കുക. ഇതിപ്പോൾ ഒരു വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളൊരു ചെറിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് വിത്ത് പോട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ വിത്ത് പോട്ടായിട്ട് വരുന്ന പ്ലാന്റിന്റെ പ്രത്യേകത എന്നാൽ നിങ്ങൾക്ക് സമയം പോലെ സൗകര്യം പോലെ ഇത് റീപോർട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താ, റെഡ് ബൗൾ കോമ്പാക്റ്റ് ആണ്. അപ്പം നമ്മുടെ വൈറ്റ് വന്ന കൂട്ടത്തിൽ വന്നത് തന്നെയാണ്. ഇതാ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ പ്ലാന്റും നമ്മൾ ഇത് ഒരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുക കേട്ടോ. ഇതിന്റെ ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഈ ഗ്രീൻ ഷെയ്ഡെല്ലാം മാറി നല്ല ഡാർക്ക് റെഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും നമുക്കിപ്പോൾ ഒരു 50 പ്ലാന്റോളം അവൈലബിൾ ആണ്. ഈ ഒരു 2 വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ. 2 പ്ലാന്റ്സും ഒരു 50ഓളം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റെഡ് കോമ്പാക്റ്റിക്ക് റേറ്റ് വരുന്നത് 380 ആണ്, 380 രൂപ. ഇതൊരു ന്യൂ ഇയർ ഓഫർ മാത്രമാണ് കേട്ടോ. ഈ പ്രൈസ് പിന്നീട് ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ വെയിറ്റ് എഗ്ലോണിമയുടെ സ്വീഡലിംഗ് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റോക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതാ ഒരു 100ഓളം പ്ലാന്റ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഈ ഒരു പോട്ടിൽ വരുന്ന ഈ സൈസ് സെയിം പോട്ടിൽ തന്നെയായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സിലേക്ക്. ഇതിന് റേറ്റ് വരുന്നത് 140 ആണ് കേട്ടോ. സൂപ്പർ വൈറ്റ് അഗ്ലോണിമയുടെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ. 250 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്ത ഐറ്റം വരുന്നത് നമ്മുടെ ജയ്പോങ് റെഡ് അഗ്ലോണിമയാണ്. ജയ്പോങ് റെഡ് അഗ്ലോണിമയുടെ ഈ ഒരു സൈസിലുള്ള സീഡലിംഗ്, ഈ ഒരു സൈസിലുള്ള സീഡലിംഗ് പ്രൈസ് വരുന്നത് 200 ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ. ഇത് നമുക്കൊരു 50 പ്ലാന്റോളം അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അടുത്ത ഐറ്റം വരുന്നത് വിദൂരിയാണ് കേട്ടോ. വിദൂരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ സ്ക്വയർ പോട്ടിൽ വരുന്ന പ്ലാന്റ്സിലെല്ലാം നമുക്ക് ഈ പോട്ടോട് കൂടി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയം പോലെ റീപോർട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ വിദൂരി അഗ്ലോണിമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 260, 260 രൂപയാണ്. ഇനിയിപ്പോൾ നമുക്കവിടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പിങ്ക് ഡയൽമേഷൻ അഗ്ലോണിമയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 മാത്രമാണ് കേട്ടോ. 220, 220 രൂപയാണ് പിങ്ക് ഡാൽമേഷന്റെ റേറ്റ് വരുന്നത്. ഇനി ഇപ്പോഴത്തെ അടുത്ത ഐറ്റം വരുന്നത് സ്റ്റാർഡസ്റ്റ് ആണ്. സ്റ്റാർഡസ്റ്റിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 220 ആണ് റേറ്റ് വരുന്നത്. 220 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്കൊരു 30ഓളം പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അടുത്ത് വരുന്ന എഗ്ലോണിമയുടെ 10 ക്യാരറ്റ് ആണ്. 240 ആണ് റേറ്റ് വരുന്നത്. വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണുള്ളൂ. ഒരു 10-12 പ്ലാന്റ് മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചൈന പിങ്ക് ആണ്. ചൈന പിങ്കിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 220 ആണ്. 220 രൂപയാണ് ചൈന പിങ്കിന് റേറ്റ് വരുന്നത്. ചൈന പിങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് കിട്ടുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതുപോലെ കളറുകളെല്ലാം ഈ പച്ചയെല്ലാം പോയിട്ട് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ചൈന പിങ്ക്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന്റെ അടുത്ത ഐറ്റം വരുന്നത് റെഡ് ബ്യൂട്ടി ആണ്. റെഡ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 180, 180 രൂപയാണ് റേറ്റ് വരുന്നത്. ആവശ്യത്തിന് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഡയമണ്ട് പിങ്ക് ആണ്. ഡയമണ്ട് പിങ്കിന്റെ പ്ലാന്റിന്റെ സൈസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ. 180. ഞാൻ പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് സൈസ് നോക്കി മാത്രം എടുക്കുക. ഇനി വീട്ടിൽ പ്ലാന്റ് എത്തിക്കഴിയുമ്പോൾ ചെറുതായി പോയി എന്നൊരു കംപ്ലൈന്റ് ആരും പറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് പ്ലാന്റിന്റെ സൈസുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി മാത്രം വാങ്ങിക്കുക. ഇനി അടുത്തൊരു പ്ലാന്റ് വരുന്നത് ട്രൈ കളറിന്റെ സ്വീഡലിംഗ് ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 180 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ വിത്ത് പോട്ടായിട്ടായിരിക്കും അയക്കുന്നത്.
ഇതിൻ്റെ കളറൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. ഇനിയിപ്പം ട്രൈ കളർ അഗ്ലോണിമയുടെ വലിയ പ്ലാന്റ്, കുറച്ചുകൂടി വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ. കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം കളറും കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു 15 പ്ലാന്റ്സോളം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്കിത് അടുത്ത ഐറ്റം വരുന്നത് ഇതാ ബ്ലാക്ക് മെറൂണിന്റെ സ്വീഡലിംഗ് ആണ് കേട്ടോ. ബ്ലാക്ക് മെറൂണിന്റെ സ്വീഡലിംഗ് വളരെ ചെറിയ പ്ലാന്റ് ആണ് ഇത്. എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. റേറ്റ് കുറവായതുകൊണ്ടാണെന്ന് അറിയില്ല, ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്ക് മെറൂൺ. 140 മാത്രമാണ്, 140 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. ഇതിന് ഒത്തിരി സെയിലുള്ള കാരണം കൊണ്ട് നമ്മളിത് ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഇതിന്റെ അവൈലബിൾ ആണ്. സ്വീഡലിംഗ് ആണ്, ചെറിയ പ്ലാന്റ് ആണ്. ഞാൻ പ്ലാന്റിന്റെ സൈസ് ഒന്നുകൂടി എടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 140 ആണ് ഇതിന് റേറ്റ് വരുന്നത്. പ്ലാന്റിന്റെ സൈസുകളെല്ലാം നിങ്ങൾ നോക്കി മാത്രം വാങ്ങിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ജയ്പോങ് റെഡിന് കുറച്ചുകൂടി കളർ വന്ന പ്ലാന്റ്സ്, കുറച്ചുകൂടി സൈസായിട്ടുള്ള കുറച്ചുകൂടി കളർ വന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 260 ആണ് കേട്ടോ. 260 രൂപയാണ് ജയ്പോങ് റെഡിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇതൊക്കെ നമുക്ക് വിത്ത് പോട്ടോടുകൂടി തന്നെ സെൻഡ് ചെയ്ത് തരാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മേരാ മെറോണ. വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളൂ. 380 ആണ് മേരാ മെറോണയ്ക്ക് റേറ്റ് വരുന്നത്. 380 ആണ് കേട്ടോ. 380 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പേര് വരുന്നത് മേരാ മെറോണ എന്നാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തൈറഡ് ആണ്. വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണുള്ളൂ തൈറഡ്. ഇതിന് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 800 ആണ്. ഇതിന്റെ ഇനി സിംഗിൾ ഷൂട്ട് പ്ലാന്റ്, സിംഗിൾ ഷൂട്ടായിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ 400 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് റോട്ടാണ്ടം ടൈഗർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഈ ഒരു കപ്പോടുകൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് 260 ആണ്. 260 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇതിന്റെ സ്റ്റോക്ക് നമുക്ക് ഇന്ന് കുറച്ചുകൂടി എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റെഡ് അഞ്ചുമാൻ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. 200 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഒരു 10 പ്ലാന്റോളം മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരുപാട് സ്റ്റോക്ക് ഇല്ല. ഇത്രയും പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് തായ്ലൻഡ് വെറൈറ്റി കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വരുന്നത് സിയാം യൂട്ടസി എന്ന് പറയുന്ന വെറൈറ്റി ആണ്. 750 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു 5 പ്ലാന്റ്സോളം നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന വെറൈറ്റി റെഡ് ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. 750 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ആപ്പിളിന്റെ ഷേപ്പാണ് ഇതിന്റെ ലീവ്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. നല്ല കളറുള്ള പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പ്രക്കായിപ്പറ്റാണ്. 750 മുതൽ അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സേ ഉള്ളൂ. ഒരു 6 പ്ലാന്റോളം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിങ്ക് പനാമ, പീച്ച് പനാമ, 2 ടൈപ്പ് പനാമകൾ അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിങ്ക് പനാമ വരുന്നത്. അതുപോലെ പീച്ച് പനാമ 750 ആണ് ഇപ്പോഴത്തെ ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി റയാൻ ഗോൾഡിന്റെ ഒരു 4 പ്ലാന്റ് അവൈലബിൾ ആണ്. 530 ആണ് റയാൻ ഗോൾഡിന് റേറ്റ് വരുന്നത് കേട്ടോ. 530 രൂപ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബുഷി പോട്ട് എഗ്ലോണിമ കണ്ടാലോ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് നമുക്ക് കൊടുക്കാൻ തികയാത്ത ഒരു ഐറ്റമാണ് എഗ്ലോണിമയുടെ റെഡ് സോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബുഷി പോട്ട് വെറൈറ്റി. ഇത് നമുക്ക് ഒത്തിരി പേർക്ക് കൊടുക്കാൻ തികഞ്ഞ. കുറച്ച് പേര് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാൻസ് തികഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ തവണ ഒത്തിരി പ്ലാൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 50ഓളം പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു റെഡ് സോഡ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തവണ എല്ലാവർക്കും കൊടുക്കാൻ തന്നെ തികയും. കുറച്ച് പേർക്ക് കൊടുക്കാത്തുണ്ട്. അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെയാണ് നമ്മൾ അയക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കൊക്കെ ഇനി പ്ലാൻസുകൾ അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. കുറച്ച് പേർക്ക് നമുക്ക് പ്ലാന്റ് അയക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 2 ദിവസം കൊറിയർ സർവീസ് മുടക്കായതിനാൽ, ക്രിസ്മസിൻ്റെ 2 ദിവസം ലീവ് വന്നതിനാൽ നമുക്ക് കുറച്ച് പേർക്കുള്ള കൊറിയർ പെൻഡിങ് ആയിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം നമ്മൾ തിങ്കളാഴ്ച മുതൽ അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുഷിപ്പോട്ട് എഗ്ലോണിമയുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് സോഡിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു 3 ഷൂട്ടൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതോടെ ഇതൊരു ജിഫിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കളറ് വരുന്നത്. അത്യാവശ്യം ബുഷായിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 മാത്രമാണ് കേട്ടോ. 250 രൂപയാണ്. നമ്മുടെ ബുഷിപ്പോട്ട് എഗ്ലോണിമയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ എഗ്ലോണിമയാണ്. എന്നാൽ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 250 ആണ്. അടുത്ത് വരുന്ന നൈറ്റ് സ്പാർക്കിളിൻ്റെ എഗ്ലോണിമയാണ്. 2 ഷൂട്ടായിട്ടുള്ള നൈറ്റ് സ്പാർക്കിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 370 രൂപയാണ് കേട്ടോ. ഇന്നത്തെ പ്രൈസ് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 370 ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. പേര് വരുന്നത് നൈറ്റ് സ്പാർക്കിൾ. അടുത്തൊരു വെറൈറ്റി വരുന്നത് അഞ്ചുമാൻ പിങ്ക് ആണ്. അഞ്ചുമാൻ പിങ്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും സൈസുള്ള പ്ലാന്റ് അല്ല വന്നിരിക്കുന്നത് ഇത്തവണ. അപ്പോൾ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 350 ആണ് ഈ അഞ്ചുമാൻ പിങ്കിന്റെ ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിനേക്കായി അല്പം കൂടി വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് 380യുടെ പ്ലാന്റ് ഡബിൾ ഷൂട്ട് അവൈലബിൾ ആണ്. കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റോക്ക് ഒരു കുറച്ച് മാത്രം സ്റ്റോക്ക് ഇരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അഞ്ചുമാൻ പിങ്കിന്റെ സിംഗിൾ ഷൂട്ടും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബുഷിപ്പോട്ട് വേണ്ടാത്തവർക്ക് സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് 200 ആണ്. അതുപോലെ തന്നെ നമ്മുടെ നൈറ്റ് സ്പാർക്കിളിന്റെ സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 180 ആണ് ഇന്നത്തെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. 180. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഒത്തിരി വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഈ തവണ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡബിൾ ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ഒരുപാട് വലിയ പ്ലാന്റ് ആണ്. നല്ല വലിയ പോട്ടിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 ആണ്. ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 350 ആണ്. ഇനിയിപ്പോൾ ഇത് സിംഗിൾ ഷൂട്ട് വേണം എന്നുള്ളവർക്ക് 180 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് വന്നിരുന്നില്ല. 1-2 വീഡിയോയ്ക്ക് മുമ്പ് നമുക്കിത് വന്നിരുന്നു അന്ന്. പക്ഷെ ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല പ്ലാന്റ്. ഇത്തവണ വന്നിരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹെവി ബുഷാണ്. അതുപോലെ തന്നെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു 20 പ്ലാന്റ് ആണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് അറോറയുടെ ബുഷി പോട്ടാണ്. 3 ഷൂട്ടാണ് പിങ്ക് അറോറയിൽ വരുന്ന 3 ഷൂട്ടാണ്. അപ്പോൾ പിങ്ക് അറോറയുടെ ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. 3 ഷൂട്ടാണ്, 350 ആണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പം പിങ്ക് അറോറയുടെ ബുഷി പോട്ട് വേണ്ട എന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 120 മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. 120 രൂപ മാത്രമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും ലോ കോസ്റ്റ് പ്ലാന്റ് ആണ് പിങ്ക് അറോറ. 120 മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത്. സൂപ്പർ വെറ്റ് അഗ്ലോണിമയുടെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് 2 ഷൂട്ടിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. 2 ഷൂട്ടിന്റെ ഈ ഒരു ബുഷി പോട്ടിന്റെ പ്രൈസ് വരുന്നത് 450 ആണ് കേട്ടോ. 450 രൂപയാണ് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഐസ്ബർഗ് എന്ന് പറഞ്ഞൊരു അഗ്ലോണിമയാണ് കേട്ടോ. ഐസ്ബർഗ് 250 ആണ് ഈ ഐസ്ബർഗിന് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. 250 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എഗ്ലോണിമ ചെടിയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പലരും പറയുന്നുണ്ട് ലീവ്സ് ഒക്കെ ചീയൽ വരുന്നുണ്ട്, ലീവ്സുകളെല്ലാം ചീഞ്ഞ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാനിപ്പം വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗ്ലോണിമ ചെടികളൊക്കെ നമുക്ക് ചെറിയൊരു സൺലൈറ്റ് കിട്ടാൻ പാകത്തിന് മാറ്റി വയ്ക്കാം. അതായത് രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടാൻ പാകത്തിനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ വെയിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ലീവ്സിൻ്റെയൊക്കെ ഒരുമാതിരിയുള്ള ചീയലും കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഒരു 15 ദിവസം എത്തുമ്പം സാഫ് സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രോത്തിനുള്ള 19-19 എന്ന് പറഞ്ഞാൽ NPK മരുന്ന് അങ്ങനെ എന്തെങ്കിലും കൂടി സ്പ്രേ ചെയ്തിടാം. അപ്പോൾ ഗ്രോത്തിനും ചീയലിനും എല്ലാത്തിനും കൂടി ആയിട്ട് നമുക്ക് ഈ 2 മരുന്നും ഒരു 5 മില്ലി വെച്ചെടുത്ത് ഒരു സ്പ്രെയറിലാക്കി നമുക്ക് വെക്കാം. അത് ഒരു 15 ദിവസം എത്തുമ്പോൾ നമുക്ക് എല്ലാ ചെടികളിലും എഗ്ലോണിമ എന്ന് തന്നെയല്ല എല്ലാ ചെടികളിലും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് വെക്കാം.
ഇതിൽ തന്നെ അഗ്ലോണിമ ചെടികളുടെ കീടങ്ങൾക്കും അതുപോലെ ഇലപ്പേന് കാര്യങ്ങൾക്കൊക്കെ ഉള്ള മരുന്നാണ് ഹോളാപ്പ് എന്ന് പറഞ്ഞ മരുന്ന്. 170 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് അഗ്ലോണിമ ചെടി എന്നല്ല, എല്ലാ ചെടികൾക്കും, പച്ചക്കറികൾക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്പ്രേ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സ്പ്രേ ചെയ്യാം. ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് നമുക്കിവിടെ സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 170 ആണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മരുന്നും കൂടി നമുക്കൊരു 15 ദിവസം എത്തുമ്പോൾ നമുക്ക് പ്ലാന്റ്സുകളിലെല്ലാം, എല്ലാ പ്ലാന്റ്സുകളും, ഇപ്പം ഇലപ്പേനുള്ള ചെടികളിലും ഇല്ലാത്ത ചെടികളിലും എല്ലാത്തിനും നമുക്കിത് സ്പ്രേ ചെയ്യാനായിട്ട് നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, അഗ്ലോണിമ ചെടികൾ നനയ്ക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് നനയ്ക്കുന്നതെന്ന്. നമ്മളിവിടെ അഗ്ലോണിമ എങ്ങനെയാണ് നനയ്ക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഹോസൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ അഗ്ലോണിമ ചെടികളെല്ലാം നനച്ചു കൊടുക്കാം കേട്ടോ. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നനയ്ക്കാമോ, സ്പ്രേ ചെയ്താൽ മതിയോ, വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുമെന്നുണ്ട്. നമുക്കിത് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളിവിടെ നനച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചെടികളെല്ലാം നമുക്ക് നനച്ചിടാം കണ്ടോ. നമ്മളിത് ഈ ഒരു രീതിയിൽ ഒരു 3 ദിവസം എത്തുമ്പോഴായിരിക്കും നനച്ചിടാം. ഓവർ വാട്ടർ വേണ്ട, എന്നാൽ ഈ ഒരു രീതിയിലേക്കുള്ള നന കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിവിടെ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. ഒരു 3 വെറൈറ്റി കലാത്തി കൂടി സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബുഷി പോട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രൈസ് വരുന്നത് 280 ആണ്. ബുഷി പോട്ടിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. കലാത്തിയ ഡോട്ടി, കലാത്തിയ ക്രിംസൺ, അതുപോലെ ഗ്രീൻ ലിപ്സ്റ്റിക്, 3 വെറൈറ്റി കലാത്തിയ നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 280 വെച്ചിട്ട് 280 രൂപയാണ് ഒരു പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസും കാര്യങ്ങളും. അപ്പോൾ പുതിയ ഈ ഒരു വർഷം, ഈ പുതുവർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.